അപ്പോൾ വെൽക്കം ബാക്ക്. ഞങ്ങളോട് പറയുന്നല്ലോ മുഹമ്മദ് അംഗൻവാടിയിൽ നിന്ന് വന്നിട്ട് വരാമെന്ന്. ഇതാ അംഗൻവാടിയിൽ കുട്ടികൾക്ക് മുട്ടായിയൊക്കെ കൊടുത്ത് ഇതാ ഞാൻ തിരിച്ച് കൊണ്ടുവരികയാണ് ഇങ്ങനെ വീട്ടിലേക്ക്. പക്ഷെ എനിക്കൊരു ചെറിയ പിടിത്തം പറ്റിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സുഖം ഉണ്ടാവില്ല, കാരണം കാണുന്നവർക്ക് കിട്ടാം. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഷോർട്സ് ചെയ്യുന്ന രീതിക്കാണ് മൊബൈലിൽ വീഡിയോസ് എടുത്തത്. ഞാൻ കൂടുതൽ ഷോർട്സാണ് ചെയ്യാറ്, വീഡിയോസ് ചെയ്യൽ കുറവാണല്ലോ. അപ്പം ഇന്നിപ്പോൾ വീഡിയോസ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷെ ഞാൻ ആ ഒരു ചെയ്യുന്ന രീതി പ്രകാരം ഞാൻ അങ്ങനെ എടുത്തു. പക്ഷെ അത് ഞാനിപ്പോൾ വീഡിയോ രൂപത്തിലാക്കുമ്പോൾ അതിനൊരു എന്താ പറയുക, ഫുൾ സ്ക്രീന് കിട്ടുന്നില്ല. ചിലയിടത്ത് എൻ്റെ തലയും ചിലയിടത്ത് കുട്ടികളുടെ തലയൊന്നും കാണുന്നില്ല. അപ്പം എന്നോട് ക്ഷമിക്കുക. പക്ഷെ അത് ഇനിയിപ്പോൾ ഏതായാലും എടുത്ത സ്ഥിതിക്ക് എനിക്ക് എന്തായാലും ഇപ്പോൾ ഇടാതിരിക്കാൻ വയ്യല്ലോ. അങ്ങനെ വീട്ടിലൊക്കെ വന്നു. ആ ഗിഫ്റ്റ് പോയി കൊടുന്നു കൊടുത്തു. എൻ്റെ വക പോയി കൊടുന്ന് പാൻറ്റും ഷർട്ടുമാണ് കൊടുന്ന്, ടീഷർട്ടും കൊടുന്നു കൊടുത്ത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്ക്. പിറന്നാൾ സമ്മാനമായിട്ട് കൊടുത്തതാണ് കേട്ടോ എൻ്റെ വക. മറ്റേ ആദ്യം രാവിലെ ഇട്ട ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വക കൊടുത്തതാണ്. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സുകൾ, അയൽവാസിയിലുള്ള കുറച്ച് കുട്ടികൾ തന്നെയാണ് ഉള്ളത്. നമ്മളങ്ങനെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുമ്പോൾ ഗ്രാൻഡായിട്ടൊന്നും ചെയ്യാറില്ല. ഒരുപാട് പൈസ മുടക്കിയിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അയൽവാസിയിലുള്ള ഓൻ്റെ പ്രായം അല്ലെങ്കിൽ അവനേക്കാൾ ഒരിത്തിരി കൂടിയ പ്രായമുള്ളവരെ കുട്ടികളെ വിളിക്കും, അവർക്ക് ഫുഡ് കൊടുക്കും, കേക്ക് മുറിക്കും, അതേപോലെ ഒരു കുട്ടി ഡ്രസ്സ് എടുക്കും. അതിലപ്പുറത്തേക്കുള്ള പരിപാടിയൊന്നുമില്ല. അത് വലിയ ഇഷ്ടമല്ല. പിന്നെ അതിന് മാത്രം നമ്മൾ ക്യാഷ് മുടക്കാറുമില്ല. അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് കുട്ടികളുണ്ട്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച്, കേക്ക് മുറിക്കുന്നത് പോലും നമ്മൾ മറ്റേ ഷോർട്സ് ചെയ്യുന്ന രീതിക്കായതുകൊണ്ട് കംപ്ലീറ്റ് കാണാത്തതുകൊണ്ട് ഞാൻ രണ്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് കുട്ടികളൊക്കെ നല്ല ഹാപ്പിയായി, മുഹമ്മദും നല്ല ഹാപ്പിയായി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ സന്തോഷങ്ങളാണല്ലോ അതൊക്കെ. എല്ലാവരും ചിലവരൊക്കെ വലിയ രീതിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഒതുങ്ങാവുന്ന രീതിയിൽ ചെയ്യുക, നമ്മളെ കൈകളിൽ ഒതുങ്ങാവുന്ന രീതിയിൽ. അങ്ങനെ ഇതാ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും നല്ല കൈയൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആദമിൻ്റെ ഒക്കത്തുണ്ട്, പക്ഷെ ആദമിന് ഇതൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല. ഓനാ പ്രായമായി വരുന്നല്ലോ. മുഹമ്മദിനാണ് കൂടുതൽ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, എപ്പോഴും എൻ്റെ ഹാപ്പി ബർത്ത്ഡേ വരിക, കേക്ക് മുറിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ആ ചോദ്യത്തിനും കൂടെ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ അങ്ങനെ എന്തായാലും ഹാപ്പിയായി, കുട്ടികൾക്ക് സന്തോഷമായിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. കുട്ടികൾക്കൊക്കെ അവരെ വീട്ടിലേക്ക് അങ്ങ് മടങ്ങാനായി. ഒന്നാമത് സ്കൂൾ വിട്ട് വന്ന് അംഗൻവാടി വിട്ട് വന്നിട്ടൊക്കെയാണല്ലോ അത് ചെയ്തത്. അപ്പോൾ ഈവനിങ്ങിന് തന്നെ ആയിരുന്നു. ചെറിയൊരു കുറച്ച് നേരത്തെ പരിപാടി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്ക് ഒരുപാട് വർഷങ്ങൾ ആരോഗ്യത്തോടു കൂടി നമുക്ക് പടച്ചോൻ ആയുസ്സ് തന്നിട്ട് അതേപോലെ സന്തോഷങ്ങളായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണുക, മുഹമ്മദിനെ എന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും. ആദ്യം എനിക്കൊരു മടിയുണ്ടായിരുന്നു വീഡിയോ ചെയ്യാനും ഓൺ വോയിസ് കൊടുക്കാനൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാലും ഇപ്പോൾ ഇതെല്ലാവരും ഒന്നും കാണാൻ പോകുന്നില്ലല്ലോ, കാണുന്നവർ കാണുള്ളല്ലോ. അപ്പോൾ അതിപ്പോൾ മടി വിചാരിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതാ കുട്ടികളൊക്കെ മുഹമ്മദിനോടും ഞങ്ങളോടും വിട പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും